Or just tell the Lord, Lord, speak to me right now. Holy Spirit, speak to me. Lift up your hands right now. Lord, let me hear your voice. Yes, amen. Open your mouth and just say, Lord, let me hear your voice. Holy Spirit, let me hear your voice. In the name of Jesus. What is it that you want me to receive from this convention? What I should be? Lord, you tell me what I should be in this convention. So every eyes closed. Let us pray to our God. Father, speak to us this evening. I want to hear your voice. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. ഇപ്പോൾ വചനത്തിന്റെ വാതിൽ തുറക്കണം. ദാസന്മാർ തിരുമുൻപിൽ പരിശുദ്ധാത്മാവ് അടിയങ്ങളിൽ നിറയണം. അധരത്തെ അങ്ങേതാക്കി രൂപപ്പെടുത്തണം. വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തണം. ആത്മപകർച്ച ഞങ്ങളിൽ പകരണം. സ്വർഗ്ഗം ഞങ്ങൾക്കായി തുറക്കണം. സ്വർഗ്ഗം ഞങ്ങൾക്കായി തുറക്കണം. ദൈവ ശബ്ദങ്ങളുടെ വെളിപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുടെ വെളിപ്പെടണം. ഹൃദയങ്ങളിൽ വചനം കടന്നു ചെല്ലണം. എല്ലാ എതിർശക്തികളെ ശാസിക്കുന്നു. എല്ലാ കർത്താവിന്റെ നിരൂപണ ചിന്തകളെ ശാസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെത്തുള്ളൂ കർത്താവേ. ഞങ്ങളെത്തുള്ളൂ കർത്താവേ. അവിടുത്തെ ശബ്ദം വെളിപ്പെടുത്തണമേ. അവിടുത്തെ ശക്തി വെളിപ്പെടുത്തണമേ. അവിടുത്തെ കൃപ വെളിപ്പെടുത്തണമേ. ഈ പട്ടണത്തിൽ ഉണർവായിക്കണമേ. ഈ പട്ടണത്തിൽ ദൈവശക്തി വ്യാപരിപ്പിക്കണമേ. ഈ പട്ടണത്തിൽ സ്വർഗ്ഗം തുറക്കണമേ. ഒരാത്മനദി ഒഴുകണമേ. ഒരാത്മനദി ഒഴുകണമേ. ചലിക്കുന്ന പ്രാണികൾ ജീവിപ്പാൻ ഇടയാക്കണമേ. ജനം സന്ദർശിക്കപ്പെടാൻ ഇടയാക്കണമേ. ആക്രമിക്കുന്ന ജീവിതത്തെ ഉന്നത
എതിർശക്തികൾ മാറട്ടെ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. വചനം തടസ്സമിന്റെ കടന്നു ചെല്ലട്ടെ. വചനത്തിന്റെ വാതിൽ തുറക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമേ. സ്തോത്രം 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 സ്തോത്രം. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദാസനെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തി ഇവിടെ വ്യാപരിച്ചാൽ ജനം വിടുവിക്കപ്പെടും. ജനം വിടുവിക്കപ്പെടും. ജനം വിടുവിക്കപ്പെടും. ആ വിടുവിക്കപ്പെട്ട ആവശ്യം വചനം മാത്രം പോരാ, ശക്തിയുടെ ഒരു നിമിഷം കരങ്ങളെ കണ്ടി എന്നവരെ ആവാനില്ല. ശക്തികൾ മാറട്ടെ. ശക്തികൾ മാറട്ടെ. ശക്തികൾ മാറട്ടെ. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. അന്യഭാഷയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. അഭിഷേകം പ്രാപിച്ചവരുണ്ടെങ്കിൽ അന്യഭാഷയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. തിരുനാമം മഹത്വപ്പെടട്ടെ. തിരുനാമം മാത്രം ഉയർത്തപ്പെടട്ടെ. തിരുശക്തി മാത്രം വെളിപ്പെടട്ടെ. തിരുകൃപയ്ക്കായി സ്തോത്രം. തിരുശക്തിക്കായി സ്തോത്രം. തിരുനാമ മഹത്വത്തിനായി സ്തോത്രം. നാമം മാത്രം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപ വെളിപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Hallelujah. Praise God. Hallelujah. വളരെ ചുരുങ്ങിയ സമയമുള്ളത് കൊണ്ട് ഞാൻ 2 വചനങ്ങൾ ആദ്യമേ വായിച്ചിട്ട് ഞാൻ വെറും വചനമേ പറയത്തുള്ളൂ. ആരെങ്കിലും മലയാള ബൈബിൾ കൊണ്ടുവന്നവർ പെട്ടെന്നെടുത്തത് ഓരോ വചനങ്ങളും വായിക്കുന്നത് നല്ലത്. For the limitation of the time, I would just read 2 verses this evening and then I will begin to expound from that scripture. പ്രത്യേകിച്ച് എല്ലാം വചനം മാത്രം പറയുന്നതിനാൽ, because I just want to speak the word, നിങ്ങൾ പെട്ടെന്ന് വചനത്തെ എടുത്തൊന്ന് വായിക്കണം. Please help me by reading that very quickly. അതുകൊണ്ട് 2 ഗുണമുണ്ട്. There are 2 benefits of that. നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ആ വചനത്തിൽ പുതിയ വെളിപ്പാടുകൾ നിങ്ങൾ, while you read that scripture, there will be a new revelation. വചനം എപ്പോഴും ജീവനുള്ളതാണ്. The word is life. കഥകളെക്കാൾ Amen. ജീവനുള്ളതാണ്. Rather than fables and old stories, the word of God has life in it. വ്യാഖ്യാനങ്ങൾ മാറിപ്പോകും. Amen. The interpretation might be different. മനുഷ്യന്റെ ചിന്തഗതികൾ മാറി. The thoughts of man might be different. എന്നാൽ വചനം ഒരിക്കലും. But the word of God remains the same. Amen. എത്ര പേർ ആമേൻ? How many of you can believe that and say amen? Hallelujah. Hallelujah. എല്ലാവരും കാര്യം ചാലിപ്പിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാൽ. Lift up your hands, wave your hands and clap and worship God. ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുവാണ്. When the word of God says everything that has life will begin to move. Praise the Lord. Amen. ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. Amen. Every creature that has a life will begin to move. മറ്റൊരു ചലിക്കും. Amen. The others will also move. പക്ഷേ ഇത് ജീവിക്കും. But this will have life. Amen. ജീവനുള്ളതിന് വലിയ വ്യത്യാസം. Amen. There is something different about being live. ചലിക്കുന്ന വെറും പ്രാണികളായിരിക്കും. I mean, there might be other creatures that just move. ആത്മീക ജീവൻ പ്രാപിച്ചവർ. But we will have a spiritual life. കരം തട്ടി ദൈവത്തെ Hallelujah. 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 Amen. 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 സ്തോത്രം. ആകയാൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. Prayerfully let us be in the presence of God. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യവും റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാം വാക്യവും നാം വായിച്ചു കേൾക്കാം. So the book of Romans chapter number 12 verse number 2 and from the book of Romans chapter number 8 and verse number 29. Thank you. Praise God. നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ഈ ലോകത്തിന് അനുരൂപരാകരുത്. Be not conformed to this world. റോമർ 8:29. Romans 8. ക്രിസ്തുവിന്റെ
സ്വരൂപത്തോട് അനുരൂപരാകുവി. To be conformed to the image of his son. Hallelujah. Amen. Amen. Yes. ഒന്നിനാകരുത്, ഒന്നിനാകരുത്. One it says you shouldn't be conformed to, other it says you should be conformed to. ഞാൻ പ്രസംഗിച്ചിട്ട് പോയാൽ ഈ പ്രസംഗം നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാറാൻ പാടില്ല. Amen. Even if I leave this place, this message should remain in your hearts. ഒത്തിരി തന്നാലും അതൊക്കെ മറന്നു പോകും. Amen. Even if I give you a lot of words, you might forget that. പക്ഷെ ഈ അല്പമായ വചനം മാറണ്ട. But this simple scripture should never depart from you. ഈ ലോകത്തിന് അനുരൂപരാകരുത്. Amen. You should not be conformed to this world. ക്രിസ്തുവിന്റെ രൂപത്തിന് അനുരൂപരാകരുത്. Conformed to the image of his son. Hallelujah. Amen. Amen. റോമർക്കെഴുതിയ 12-ാം അധ്യായത്തിൽ പറയുന്നത്, Romans chapter 12. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. I beseech you in the love of Jesus Christ. നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ള ആരാധനയെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി, വിശുദ്ധിയുള്ള യാഗമായി, ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. That you should offer your bodies a living sacrifice acceptable to God. Amen. Amen. യാഗമായി സമർപ്പിച്ചവൻ ഈ ലോകത്തിന് പിന്നെ അനുരൂപരാകും. If you offer your body yourself as sacrifice, will not then conform to the world. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പതിക്കുവാൻ, so that you might be able to discern what is good, what is the will of God, what is acceptable and the perfect will of God. Hallelujah. Amen. അപ്പോൾ എന്റെ ഇന്നത്തെ വിഷയം, so this night I want to speak to you ലോകത്തിന് അനുരൂപരാകാതെ that you will not be conformed to the world, ദൈവത്തിന് അനുരൂപരാകാതെ, rather be conformed to God. ക്രിസ്തുവിന്റെ സഭ, Amen, the church of God ലോകത്തിന് അനുരൂപരാകാതെ should not be conformed to the world, ക്രിസ്തുവിന് അനുരൂപരാകാതെ, rather be conformed to Christ. Amen. Amen. എക്ലേഷ്യ എന്ന പദത്തിന്റെ അർത്ഥം, The word ecclesia means ലോകത്തിൽ നിന്ന് ക്രിസ്തുവിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. when these are group who are separated from the world to Christ. Praise the Lord. Amen. ലോകത്തിൽ നിന്ന് ക്രിസ്തുവിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ You കൂട്ടം. are separated from the world to Christ. അതുകൊണ്ട് നിങ്ങൾ എവിടെയായിരുന്നോ ആ ലോകത്തിന് അനുരൂപരാകരുത്. Amen. So wherever you are, you should not be conformed to that world. ആർക്ക് വേണ്ടി വിളിക്കപ്പെട്ടു അവൻ അനുരൂപരാണ്. For whom you were called out, you should be conformed to his image. Amen. ശരിയാണെങ്കിൽ ഒരു ആമേൻ പറയണം. If you believe that, say amen. കേരളത്തിലെ എല്ലാ വിശ്വാസികളും എന്നെക്കാൾ കഴിവുള്ള പാണ്ഡിത്യമുള്ള വചന പാണ്ഡിത്യമുള്ളവരാണ്. There are many Christians, many preachers who are well eloquent and well learned in the scriptures in Kerala. Hallelujah. Amen. എങ്കിൽ ഞാൻ അതിനെ വിശദീകരിക്കുമ്പോൾ, But when I began to expound the word of God, അംഗീകരിക്കുന്നുവെങ്കിൽ ആമേൻ അങ്ങനെ തന്നെ. if you accept it, you say amen. Praise the Lord. Hallelujah. പ്രതികരിക്കാതിരുന്നാൽ കഷ്ടമാണ്. I mean, if you don't respond, Amen. then I feel sorry for that. ക്രിസ്തുവിന്റെ സഭയാണ് നാം. I mean, we are the church of the living God. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. We are the saved group of people. Hallelujah. Amen. സഭ എന്ന് പറഞ്ഞാൽ The church means ക്രിസ്തുവിനായി ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. you have been separated from the world to Christ. അവിടെ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവന്നതിനാൽ And when you are brought out of the world, ഇനി പണ്ട് ഇരുന്ന ലോകത്തിന് നിങ്ങൾ അനുരൂപരാണ്. you should not be then conformed to the world from where you were taken out. നിങ്ങളെ വിളിച്ച ക്രിസ്തുവിന്റെ Hallelujah. രൂപത്തിന്, അതിനെക്കുറിച്ച് പറയും സ്വരൂപം, അതാണ് നല്ല രൂപം. To the own image of his son Jesus Christ. That is where you should be conformed. വെണ്മയും ചുവപ്പുമുള്ളവർ 10,000-ങ്ങളിൽ അതിസുന്ദരൻ നമ്മുടെ ആത്മമണമാണ്. Our bridegroom, who is the brightest among the 10,000. സുന്ദരൻ മണവാളനൊരു സുന്ദരി മണവാളൻ. Amen. To the bridegroom, Praise the we Lord. need a beautiful bride. ലോകത്തിൽ ഇരുന്നപ്പോൾ നീ സുന്ദരി മണവാട്ടിയുള്ള നീ കരുവാളിച്ച മണവാട്ടി. I mean, even though in the world you had your own beauty, yet you were darkened by sin. പാപക്കറകളാൽ പിടിക്കപ്പെട്ടവൻ. Because of sin, you were darkened. ഹല്ലേലൂയ. Amen. എന്നാൽ നിന്നെ അവിടെ നിന്ന് വേർതിരിച്ചത് And when you were separated from the world, എന്റെ കർത്താവിന് വേണ്ടിയാണ്. to Christ. ആമേൻ. Amen. നീ തിരിച്ച് ലോകത്തിന് അനുരൂപനാകരുത്. When you return back to the world, നമ്മൾ ക്രിസ്തുവിന് അനുരൂപരാണ്. but you should rather be conformed to his image. എത്ര പേർക്ക് മനസ്സിലായി? How many of you will understand that? തിരിച്ച് ലോകത്തിലോട്ട് പോകരുത്. Not to go back to the world.
വിളിച്ചവന്റെ സ്വഭാവത്തിന് അനുകൂലം. Come to the nature of the one who called you. ഈ സഭാ ശുശ്രൂഷകൻ എന്നത് ദൈവം തന്ന ഒരു ഉദ്യോഗമാണ്. I mean, whatever the church ministry is a job, it's an occupation God has given us. Praise the Lord. Amen. കൊലോസ്യർ 1:25. In Colossians chapter 1, verse number 25. സഭാ ശുശ്രൂഷകൻ എന്ന ഉദ്യോഗം കർത്താവ് തന്നിരിക്കുന്നു. But according to the dispensation of God, which God has given to us. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗ പ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. I have become a minister so that I can dispense the word of God to you. ഈ ഉദ്യോഗസ്ഥന് രണ്ട് പ്രധാന ജോലിയുണ്ട്. There are two important responsibilities. ഒന്ന് ദൈവവചന ഘോഷണം. I mean, first of all, to preach the word of God. Amen. എല്ലാവരും പറഞ്ഞാൽ ഹല്ലേലൂയ. ഈ ദൈവവചന ഘോഷണം എന്ന് പറയുന്നത് 27 വായിക്കുമ്പോൾ ജാതികളുടെ ഇടയിൽ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതല്ലേ. To preach the gospel of Jesus Christ, which the God of glory that dwells in us. Praise the Lord. ജാതികളുടെ ഇടയിൽ മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവിനെ നൽകണം. That should make known what is the riches of His glory among the Gentiles. That Christ is in you. സുവിശേഷം അറിയിക്കണം. I mean, to preach the gospel. Amen. അത് ലോകത്തോടെ. Amen. To the world. രണ്ടാമത്തെ ജോലി. Secondly, 28 വാക്യം. verse number 28. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? Amen. Praise the Lord. അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ. And secondly, to make every man perfect in Christ. ഒന്ന് സുവിശേഷം അറിയിക്കുക. First of all, to preach the gospel. രണ്ട് കയ്യിൽ കിട്ടിയ വിശ്വാസികളെ ക്രിസ്തുവിൽ തികഞ്ഞവരാണ്. Secondly, those who are in the church will be perfect in Christ. ഹലോ. Hi. Praise the Lord. ഹലോ. Amen. ലോകത്തിൽ നിന്ന് വേർതിരിച്ച് കൊണ്ടുവന്നപ്പോൾ കുറെ വാലും തലയും ഒക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ വെട്ടി ശരിയാക്കി ചെയ്ത് ഒന്ന് ഫിനിഷ് ഉണ്ടാക്കണം ക്രിസ്തു. When you came out of the world, you had some extra fittings on you. And then you have to be molded in the image of Christ. Hallelujah. Amen. വേണ്ടാത്തത് വെട്ടിക്കളയാം. I mean, everything that was unwanted should be removed. വേണ്ടാത്തത് ചെത്തിക്കളയാം. Everything that was not in part of you should be taken away. അതിന് ഉപദേശം ആവശ്യം. Therefore, you need the doctrine of the word of God. അതിന് തർജ്ജനം ആവശ്യം. Therefore, you need the rebuke from the word of God. അതിന് ശാസന ആവശ്യം. And you need a reproof from the word of God. ഹലോ. Amen. Amen. ഉപദേശി വേണമെങ്കിൽ ഉപദേശിച്ചിട്ട് പോ. നമ്മുടെ തർജ്ജനവും ശാസനയും തന്നെ മാറ്റിക്കളയും. But to rebuke and to reproof sometimes is very bitter. അത് ഇപ്പോഴത്തെ ഒരു പുതിയ പരിപാടി. In this generation, it's even hard. Oh. Amen. Praise the Lord. Amen. വിശ്വാസി പറയുമ്പോൾ പാസ്റ്റർ പോകണം. Whatever the believer says is how the pastor should move. പാസ്റ്റർ പോകുന്നിടത്ത് വിശ്വാസിക്ക് പോകാൻ പറ്റും. Wherever the pastor leads, the believer doesn't want to follow. നിങ്ങൾ നല്ലവരെ ക്രിസ്ത്യൻ വിശ്വാസികൾ. I believe you believers are good. Praise the Lord. Houston. Hello. Amen. Praise the Lord. Amen. ഇതൊക്കെ പറയുമ്പോൾ സ്തോത്രമല്ലേ കുറയും. When I say this, people are not too excited. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതൊക്കെ. But if you have to go to heaven, you need to have this word. മോശ മുകളിലോട്ട് നോക്കണം. I mean, Moses should look to heaven. മേഘത്തെ നോക്കണം. To look to the cloud. മേഘം ചലിക്കുമെന്ന് നമുക്ക് കമാൻഡ് കൊടുക്കാം. Every time the cloud moves, he will have to give the command. ജനം ഉടനെ തയ്യാറായി പോകണം. And the people should be willing to follow him. Praise the Lord. Amen. അല്ലാതെ അവിടുത്തെ ഏതെങ്കിലും ഒരു ഇസ്രായേലിയൻ സ്വപ്നം കണ്ടോണ്ട് എഴുന്നേറ്റ് പോകാൻ പാടില്ല. I mean, you don't just go or depart or begin to go forward because somebody saw it. ഞാൻ ഇപ്പോ ദൈവശബ്ദം കേട്ടു എന്ന് മോശയോട് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു വേണമെങ്കിൽ വേഗം പറഞ്ഞ് പോകാൻ പാടില്ല. It's not like people who say, I just heard the words of God, so let us depart now. മോശ ദൈവത്തോട് ഈ ജനത്തെ എല്ലാം കൊണ്ടുവന്നി പറഞ്ഞു. You asked me to bring all those people out. എന്റെ കൂടെ വരാൻ ആരെ അയക്കുമെന്ന് പറഞ്ഞില്ല. But you did not tell me who will come with me. അപ്പോൾ ദൈവം പറഞ്ഞു, God said, ഞാൻ നിന്നോട് കൂടെ. I am there with you. ദൈവത്തെ സ്തുതിക്കേ. Can you try to answer worship God? എടാ വല്ലവനെയും കൂടെ വിട്ടാൽ അവൻ വഴക്കുണ്ടാകും. And if Moses God fulfilled his desire and sent somebody to come with you, he will make disturb the. പക്ഷെ ഞാൻ കൂടെ വന്നാൽ പ്രശ്നമല്ല. But if I come with you, there is no problem.
അപ്പോഴാണ് മോശ പറഞ്ഞത്, That's what Moses said. തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നു. Oh, that your presence might go with me. അടിയനെ ഇവിടുന്ന് അയക്കരുത്. I mean, do not send me from Thank you, here Lord. if your presence does not Praise go the with Lord. me. Hallelujah. Praise the Lord. Hallelujah. 30 ലക്ഷം പേർക്ക് താവളമടിക്കേണ്ട സ്ഥലം എവിടം കൊള്ളാമെന്ന് മോശയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് മേഘം പോയി താവള സ്ഥലം കണ്ടെത്തും. Amen. For all these multitudes of people, Moses did not know where to find a place of rest, but God would go ahead of them and find a place of rest. Hallelujah. Hallelujah. വഴി ഏതെന്ന് മോശയ്ക്ക് അറിയത്തില്ല. കാരണം നിന്റെ വഴികളല്ല എന്റെ വഴികൾ. Moses did not know the way, because his ways are not our ways. നിന്റെ വഴി പലത് കുറുക്ക് വഴിയാണ്, എന്റെ വഴി അങ്ങനെ അല്ല. Many of your ways are crooked, but my ways are not so. ഓ, കരം തട്ടിയൊന്ന് ദൈവത്തെ സ്തുതിക്കുക. Let your hands and worship God. പലരും മുട്ടി നിൽക്കുന്നത് സ്വന്തം വഴിയിൽ പോയത് കൊണ്ടാണ്. പക്ഷെ ദൈവത്തിന്റെ വഴികളിലെങ്കിൽ തടസ്സമില്ലാതെ എത്തും. Many people are not able to advance because they choose their own way. പല വിശ്വാസികളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നതിന്റെ രഹസ്യം ദൈവത്തിന്റെ വഴികളിൽ തിരിയാത്തത് കൊണ്ടാണ്. Many believers cannot advance in their life because they cannot turn to the way of God. പല മോശമാരും വഴിമുട്ടി നിൽക്കുന്നതിന് രഹസ്യം ദൈവത്തിന്റെ വഴികളിൽ തിരിയാത്തത് Many കൊണ്ടാണ്. of the Moses, many of the leaders cannot advance in their walk because they don't walk in the way of God. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് വഴി കാട്ടുന്നത് മേഘമാണ്. Amen. Therefore it is a cloud that Praise leads the the way. അനുദിനവും വ്യവസ്ഥ പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ്. It is God who gives them Amen. instruction every day. പിതാവിന്റെ ശബ്ദം കേൾക്കാതെ സ്വയമായി പുത്രൻ ഒന്നും ചെയ്തില്ല. Amen. Unless Jesus heard from the Father, he would never do anything. Hallelujah. ഒരു ശുശ്രൂഷകന്റെ ബ്രെയിൻ സഭയുടെ തലയാകുന്ന ക്രിസ്തുവിനോട് എപ്പോഴും ബന്ധപ്പെട്ടു. Amen. The minister should always be connected to Christ, the head of the church. Hallelujah. Hallelujah. ക്രിസ്തുവിന്റെ ഹിതമെന്തെന്ന് അവൻ തിരിച്ചറിയണം. He should understand what is the will of God. Hallelujah. Hallelujah. മോശ കയറി വാ, പക്ഷെ ജനം അതിർത്തിക്ക് അപ്പുറം നിൽക്കട്ടെ. When Moses comes to the mountain, but the people should stand beyond. ഈ സത്യത്തെ ഗ്രഹിക്കാത്ത കാലത്തോളം ഒരു സഭയെ ശരിയായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല. Unless and until you acknowledge Thank and you, Jesus. understand that truth, you cannot lead the church. Hallelujah. ദൈവ ശബ്ദത്തിന് സഭ നടത്തിയാൽ, And if you hear the voice of God and lead the ദൈവ church, ഹിതത്തിന് സഭയെ മുന്നയിച്ചാൽ, if you can lead the church according to the will of God, എതിരാളി ഉണ്ടെങ്കിൽ ഭൂമി വായ്പിളർന്ന് അകത്താക്കിക്കോളും. I mean, whoever comes against God, with the earth will open its mouth and Amen. swallow them. ഹലോ Hello. Praise the Lord. ഹലോ, Amen. മോശ പിളർന്നാൽ ഭൂമി പിളർക്കത്തില്ല. If Moses tried to open up the earth, it would Amen. never happen. ദൈവമേ പിളർക്കത്തുള്ളൂ. But only God can do that. മോശയുടെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത. The thoughts of Moses are not the same as God's. മോശയുടെ വിചാരമല്ല ദൈവത്തിന്റെ The വിചാരം. ways of Moses are not the same as the Lord. സർവജ്ഞാനിക്ക് വിശേഷ വഴികളുണ്ട്. Amen. He is all knowledgeable. God. Thank you, Jesus. Amen. മോശയും അതിശയിക്കും, കൂടെ വരുന്ന ജനവും അതിശയിക്കും. Amen. The Moses is surprised. Even the people are astonished. Hallelujah. Amen. Hallelujah. Praise God. Hallelujah. Hallelujah. രണ്ട് കാര്യം ഗ്രഹിച്ചുകൊള്ളുക. Two things you should understand. ഒരു ശുശ്രൂഷകനായി ഞാൻ If I am a minister, രണ്ട് ദൗത്യം നിർവഹിക്കണം. two things I should fulfill. ഒന്ന്, First of all, സുവിശേഷം to അറിയിക്കണം. preach the gospel. രണ്ട്, Second, എനിക്ക് ലഭിച്ച വിശ്വാസികളെ ക്രിസ്തുവിൽ to തികഞ്ഞവരാണ്. make those people God has entrusted Praise the me Lord. to be perfect in Christ. Amen. 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 Yes. ഈ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്ന് പറഞ്ഞാൽ To become perfect in Christ, ഒറ്റ വാക്കിൽ അതിനെ പറഞ്ഞാൽ if you say that in one word, ക്രിസ്തു എന്ന തലയോളം അവരെ വളർത്തിയത്. that they will grow to the head. ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് അവരെ അനുരൂപരാക്കി That മാറ്റണം. they will be conformed to the image of Jesus Christ. Hallelujah. Amen. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, That's what Jesus said. ആദ്യം പുറപ്പെട്ടു പോകണം, I mean, you first depart. രണ്ടാമത് സകല ജാതികളെ ശിഷ്യരാണ്, I mean, go and preach the gospel to all creatures. മൂന്നാമത് സ്നാനം കൊടുക്കണം, I mean, thirdly, you baptize them. നാലാമത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിക്കണം. And then teach them all that I have taught you. ഹലോ, Amen. ആമേൻ, Thank you, Lord. ആമേൻ. Yes. സുവിശേഷം കഴിഞ്ഞാൽ, After the preaching of gospel, സ്നാനം കഴിഞ്ഞാൽ after the baptism, ഉപദേശമുണ്ടെന്ന് then പറഞ്ഞു. you need to teach. ആമേൻ. Amen. ഈ ഉപദേശിച്ചാണ് I mean, after you teach അവരെ the doctrine,
തികഞ്ഞവരാക്കണം. Make them perfect in Christ. Praise the Lord. Hallelujah. Amen. Amen, amen. Thank you, Lord. Amen. Yes. ഇടയ്ക്കാരും ഉറങ്ങത്തില്ലല്ലോ. I believe nobody is going to sleep. അല്പ സമയമേ ഉള്ളൂ. Hallelujah. A few minutes. അവൻ തികഞ്ഞവരാക്കണം. And those who are perfect in Christ. Hallelujah. Yes. ഈ തികഞ്ഞവരാക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോ. There should be one thing that we should know. ഈ വിശ്വാസികൾ ഒരു കാര്യം ഗ്രഹിക്കണം. The believers should believe. ഒരു ശുശ്രൂഷകന്റെ ജോലി എന്നെ തികഞ്ഞവരാക്കുക. I mean, for a preacher, for a minister, is to make me a perfect person. Praise the Lord. Amen. ഈ തികഞ്ഞവനാക്കേണ്ട അളവ് പോലും വരപടമെല്ലാം വചനത്തിലുള്ളതാണ്. And the standards and the measuring rod is in the Word of God. Praise the Lord. Amen. അത് നോക്കിയേ ഇവനെ തികഞ്ഞവനാക്കാം. I mean, only based on that scripture, you should make him perfect. ഞാനൊരു പാസ്റ്റർ, If I'm a pastor, ഇതൊരു പാസ്റ്റർ, this is a pastor, വേറൊരു പാസ്റ്റർ. there are other pastors. അവർക്ക് കൊള്ളാകുന്ന നിലയിൽ ഇവനെ തികഞ്ഞവരാക്കാൻ പാടില്ല. You cannot make them perfect according to what they think. എനിക്ക് കൊള്ളാകുന്ന നിലയിൽ ഞാൻ എന്റെ ജനത്തെ തികഞ്ഞവനാക്കാം. I cannot just make people perfect like I feel they would be perfect. ഈ പാസ്റ്റർക്ക് കിട്ടിയവരെ തനക്ക് കൊള്ളാകുന്ന നിലയിൽ അവരെ തികഞ്ഞവരാക്കാം. No pastors can make another person or believers perfect according to what they think is perfection. Amen. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? Amen. Hallelujah. Amen. എല്ലാവർക്കും തന്നിരിക്കുന്ന ഒരേ അളവാണ്. I mean, we all have been given one measure. Praise the Lord. Amen. ഒരേ പ്രമാണമാണ്. One word. ഈ അളവായിരിക്കണം. This is the measuring rod. Praise the Lord. Amen. അതാണ് ഏറ്റവും നല്ല അളവ്. That is the best rod. അതാണ് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു രൂപാന്തരം വരുത്തേണ്ട. That is how you can transform Stop. these people. ആ വചനാടിസ്ഥാനത്തിൽ തികഞ്ഞവരാക്കിയാൽ In that scripture, if you make them perfect, അതാണ് ക്രിസ്തുവിന്റെ സ്വരൂപത്തിനനുരൂപരാണ്. they will become conformed to the Praise the Lord. image of Jesus Christ. ഹല്ലേലൂയ. Amen. എങ്കിൽ മാത്രമേ And only then ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കാൻ they പറ്റൂ. will be the bride of Jesus Christ. ഹല്ലേലൂയ. Amen. കൈകളെ ഉയർത്തി ദൈവത്തിന്റെ Lift നന്ദി your പറയാം. hands and worship God. സ്തോത്രം 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 സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. Amen. Thank you, Lord. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയണം, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഒന്നും. Amen. സമയം വളരെ കുറച്ചാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. So you should understand. സ്തോത്രം. ക്രിസ്തു നമ്മെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് തന്റേതാക്കി മാറ്റിയിരിക്കുന്നു. God called us out from the world and made us his own. എന്തിനാ? For what? Praise the Lord. Thank you, Lord. ഒന്ന് ഉൽപ്പത്തിയിലോട്ട് പോകാം. Let us begin from the book of Genesis. ദൈവ മനുഷ്യനെ ഉണ്ടാക്കിയത് When God created man, എന്നും മനുഷ്യനോട് കൂടെ വാഴുവാൻ. to be always with him. യിരെമ്യാ പ്രവചനം 43-ന്റെ 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Jeremiah 43 verse എനിക്കായി 11 we read. Praise the Lord. 43, 43, 21. 21. Praise the Lord. Verse 21, please. യെശയ്യാ 43-ന്റെ Isaiah. യെശയ്യാ പ്രവചനം The 43-ന്റെ book of Isaiah, chapter number 43. 21. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച എന്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കും. Amen. These are people formed for myself and they might set forth his praise. അപ്പൊ നമ്മെ ആർക്ക് വേണ്ടി ഉണ്ടാക്കി? So for what reason we have? Praise the Lord. Amen. ദൈവം പറയുന്നത് എനിക്ക് വേണ്ടി. God said for me. എന്ന സകലതും ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി. And God created everything for man. Praise the Lord. Amen. അല്ലേ? Yes. സകല പ്രപഞ്ചത്തെയും മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി. Everything in the nature പ്രപഞ്ചത്തിലെ was നന്മകളൊക്കെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി. everything was created for man. ആമേൻ. മനുഷ്യന്റെ ദൈവത്തിന് വേണ്ടി. But God created man for God. നിറവായ സന്തോഷത്തോടും സമ്പൽ സമൃദ്ധിയോടും അനുഗ്രഹ നിറവോടും എന്നും മനുഷ്യൻ ദൈവത്തോട് കൂടെ പാടും. I mean that we will be blessed and prosperous and live with God all the days of our life. Hallelujah. Amen. Amen. Yes. അധികാരി ദൈവം. I mean God is the one who has authority. താൻ അധികാരി എന്ന് വെളിപ്പെടുത്തുവാൻ ഒരു കൽപ്പനയെ കൊടുത്തു. I mean, and in order to prove that he is an authority, he gave a command. Hallelujah. Amen. മനുഷ്യൻ Yes. ദൈവകൽപ്പനയെ ലംഘിച്ച് സാത്താന്റെ വാക്കുകളെ But we know that he
disobeys the commandment of God and he heard the voice of the devil. സകല നന്മകൾക്കും അവൻ അയോഗ്യനായി മാറി. And then he was disqualified from all the blessings. ദൈവത്തിന്റെ സ്തുതിയെ വർണ്ണിക്കുവാൻ അയോഗ്യനായി. And he became disqualified even to worship God. പക്ഷെ ഒരു കാര്യം, ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റമില്ല. But there was no change in regards to the plans of God. Hallelujah. സകലതും പിശാചിന്റെ അധീനതയിൽ ഇവിടെ Everything came under the devil. Amen. Amen. എന്തിനു വേണ്ടി മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയോ, What reason God created man? പ്രസ്തുത പദ്ധതി നിറവേറ്റുവാൻ In order for God to fulfill that purpose. ഇതേ മനുഷ്യനിൽ നിന്ന് കുറെ പേരെ ദൈവം തിരഞ്ഞെടുത്തു. God began to pick people, choose people from the Hallelujah. men. Hallelujah. Hallelujah. അതിനുവേണ്ടി And for that reason, മനസാക്ഷി യുഗത്തിൽ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലും, in the days of consciousness, in that days, ന്യായപ്രമാണ യുഗത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലും, in the dispensation of the law, എന്നാൽ according to that, കൃപയുടെ യുഗത്തിൽ but in the dispensation of grace, രക്ഷിതാവിനെ അയച്ചു. he sent the Redeemer. Hallelujah. Amen. പഴയ നിയമകാലത്തിൽ യാഗ മുഖാന്തരം വിരൽ ചൂണ്ടി അതിന്റെ പൊരുളായ ക്രിസ്തുവിലൂടെ, Amen. In the Old Testament, through the sacrifices pointing out to Christ. Hallelujah. Amen. യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിലൂടെ, And through that sacrifice on the cross of Calvary, തനക്ക് വേണ്ടി ചിലരെ വിളിച്ചു. Amen. He calls people for himself. ഇതാണ് ക്രിസ്തുവിന്റെ സഭ. This is the church. Praise the Lord. Hallelujah. മനസ്സിലാക്കണം, ലോകത്തിൽ നിന്ന് But from the world കർത്താവിന് വേണ്ടി to the Lord, വിളിച്ചു വേർതിരിച്ചു. when called out. Praise the Lord. Amen. ഇവരെയാണ് തന്റെ സ്വരൂപത്തിന് അനുരൂപരാക്കേണ്ടത്. These are the people that have to be transformed and conformed to the image of Jesus Christ. അതിനെക്കുറിച്ച് അല്പം കൂടെ പറഞ്ഞാൽ, Let me go a little more deeper. എഫേസ്യർക്കെഴുതിയ ലേഖനം 2:10 In Ephesians chapter number 2, verse number 10. അവിടെ ഒരു പ്രത്യേക അർത്ഥത്തിൽ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. We can see that it is given to us in a different sense, in a different നാം meaning. അവന്റെ കൈപ്പണിയായി, That we are the workmanship സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. created in Jesus Christ and the good works. Amen. ആരുടെ കൈപ്പണിയായി? പിതാവായ ദൈവത്തിന്റെ കൈപ്പണി. Workmanship of God. എന്തിനായി? For what? For good works. പറയണം, വാ തുറക്കണം. എന്തിനായി? സൽപ്രവൃത്തികൾക്കായി. For good works. ഏതച്ചിലാ സൃഷ്ടിച്ചത്? Which is the mold that you were created in? ക്രിസ്തു യേശുവിൽ. In Jesus Christ. Hallelujah. ഹല്ലേലൂയ. Amen. ക്രിസ്തു യേശു വിരൂപനായി, അതിലുണ്ടാക്കിയ രൂപം സ്വരൂപമായി. When Jesus Christ was disfigured, and from out of that he made an image. Praise God. മനോഹര പുഷ്പത്തിന്റെ രൂപം വാർത്തെടുക്കണമെങ്കിൽ, In order to create a mold of a nice flower, അതിന്റെ അച്ചിനകം നോക്കിയാൽ വിരൂപമായിരിക്കും, നമുക്കൊന്നും മനസ്സിലാക്കാം. you might look into that mold when it is created, and it might look like it doesn't have any shape. ശരിയല്ലേ? Isn't it right? ശരിയാണോ? Is it right? നിങ്ങൾ നോക്ക്, നല്ല രൂപങ്ങളെ വാർത്തെടുക്കുന്ന അതിന്റെ മോൾഡ്, അതിന്റെ അച്ച് നോക്കണം. അത് നമുക്കൊന്നും മനസ്സിലാകത്തില്ല, വിരൂപമായി. If you look at the mold where a thing is created, you will not understand nothing. അതിൽ വാർത്തെടുത്തത് But once you are created in it, നല്ല രൂപമായി. amen, the workmanship is going to be beautiful. Praise the Lord. കാൽവരിയിൽ വെച്ച് കൊത്തുപണി ചെയ്യപ്പെട്ട ഒരു അച്ചാണ് കർത്താവായ യേശു Jesus ക്രിസ്തു. Christ was on the cross molded for you. ആമേൻ. Amen. ഹല്ലേലൂയ. കൊത്തുപണി ചെയ്യപ്പെട്ടപ്പോൾ താൻ വേദനപ്പെട്ടു. Amen. When he was walked upon, it was painful. താൻ നിലവിളിച്ചു, കരഞ്ഞു. Amen. He began to cry out. കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്ക നിലയിൽ തന്റെ മുഖം വിരൂപമായി. He was despised. He was disfigured, knowing that he was not a man. എന്തിനാണെന്നറിയാമോ? You know why? തന്റെ അടുക്കൽ വരുന്ന വിരൂപനെ ആ അച്ഛനകത്ത് വെച്ച് വാർത്ത് സ്വരൂപനാക്കി മാറ്റുക. Yes, so that the people who can come can be molded into the image of Jesus Christ. Hallelujah. Hallelujah. ആര് വരുമോ? Amen. Who will come? ആര് അവനിൽ ചേരുമോ? Who will be with him? Praise the Lord. Hallelujah. ക്രിസ്തുവിൽ ആകുമോ? Those who are in Christ.
not going to a Christian church. പെന്തക്കോസ്ത് പള്ളിയിൽ Not because you വന്നതുകൊണ്ടല്ല. are a Pentecostal church. എന്ന് ക്രിസ്തുവിലാകുമോ? When you are in Praise the Lord. Christ. ഹല്ലേലൂയ. ആമേൻ. Yes. യേശുവിന്റെ ശബ്ദം കേട്ട് And when you hear the voice of Jesus Christ, അനുഗമിക്കുവാൻ സമർപ്പിച്ച് and you commit to follow him, ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ക്രിസ്തുവിന്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പിനെ വ്യക്തമാക്കുന്ന മുഴുവൻ സ്നാനമേറ്റ് and then baptizing in the name of the Father, the Son, and the Holy Spirit. ഹല്ലേലൂയ. Amen. ആമേൻ സ്നാനമേൽക്കുമ്പോൾ When you are baptized, വേദ പുസ്തക വചനം പറയുന്നു അവൻ ക്രിസ്തുവിനോട് ചേരുന്നു. you are being one with the Lord through baptism. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്നവൻ When you join with Christ in baptism, ക്രിസ്തുവിൽ ആയവൻ you will be in Christ. ക്രിസ്തുവാകുന്ന ആ പുതിയ അച്ഛനകത്ത് വന്ന് ചേർന്നവൻ Amen. And when you are being molded Praise the Lord. and joined into the mold of Jesus Christ, ആ ക്രിസ്തുവാകുന്ന അച്ഛൻ ആയവൻ Amen. When you are in that mold, പുതിയ സൃഷ്ടി. you are new creature. Hallelujah. എല്ലാവരും ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Thank the Lord this night. ഒരൊറ്റ വ്യക്തിയെങ്കിലും ഇവിടെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാതിരിക്കുന്നു എങ്കിൽ അവൻ നീ ഇന്നും പഴയതാണ്. സ്നാനപ്പെട്ട് ക്രിസ്തുവിലാകുക. അപ്പോൾ നീ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയായ പുതിയതാണ്. Even if there is a single person here who has just had the experience of Praise repentance the Lord. and baptism, you are still an old person, being new in Christ. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. ചിലർ പറയും സ്നാനം വലിയ കാര്യമൊന്നുമില്ല. Some people say baptism doesn't matter. അത് ദൈവം പറയുന്നതല്ല, പിശാച് പറയുന്നത്. It's not God who speaks, it's the devil. പരീശന്മാരും ന്യായശാസ്ത്രിമാരും സ്നാനമേൽക്കാതെ ദൈവാലോചനയെ വ്യർത്ഥമാക്കി കളഞ്ഞു. We see that the Pharisees and the Sadducees did not take the word of God, they took it in vain and did not get baptized. മലയാളത്തിൽ ഇല്ലാത്ത ഒരു വാക്കുകൂടെ തമിഴിലുണ്ട്. In Tamil, there is another word that is added that is not in തങ്ങൾക്ക് Malayalam. കേടുണ്ടാകേണ്ടതിന് ദൈവാലോചനയെ വ്യർത്ഥമാക്കി കളഞ്ഞു. That they will have, it might hurt them, they will not listen to the word of God. ആമേൻ. Amen. ഹല്ലേലൂയ. ദൈവാലോചന വൃഥാവാക്കി കളഞ്ഞാൽ തങ്ങൾക്ക് കേടുണ്ടാകുന്നു. They think that if they take the word of God and do not obey that, it is going to harm them. ദോഷമുണ്ടാകുന്നു. It will harm them eventually. ഹല്ലേലൂയ. Amen. ആമേൻ. ദൈവാലോചന വൃഥാവാക്കിയാൽ They made the word of God into vain, ക്രിസ്തുവിനോട് ചേരുവാൻ കഴിയില്ല. and they cannot then join with Christ. ക്രിസ്തുവിലാകുവാൻ കഴിയില്ല. You cannot be in Christ. ഗലാത്യർ 3:27 പറയുന്നത് Galatians 3:27 we read. അവൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം ക്രിസ്തുവിനെ I ധരിച്ചിരിക്കുന്നു. mean, we who are baptized have put on Christ. ഹല്ലേലൂയ. Hallelujah. ആ തമിഴ് ഭാഷയിൽ ഞാൻ വായിച്ച് കേൾക്കുമ്പോൾ വളരെ സന്തോഷമായി. I even enjoy that when I read that in Tamil. ഈ നമ്മളെല്ലാം ക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറയുന്നിടത്ത് Where it says to be with Christ, ഈ തമിഴിൽ വായിക്കുന്ന ഞാൻ കേൾക്കുന്ന എങ്ങനെയാണ്? ക്രിസ്തുവുക്കുൾ ആണ്. ക്രിസ്തുവിനകത്താണ്. to be in Christ. ഹല്ലേലൂയ. Amen. ആമേൻ. Amen. ചുറ്റും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. That you have put on Christ around you. അതിനകത്തവനാകുന്നു. And inside of you, you have ഹല്ലേലൂയ. Christ. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള വചനം അവിടെ That വ്യക്തമാണ്. you are hidden in Praise the Christ. Lord. ഹല്ലേലൂയ. Amen. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ള നല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് കൊലോസ്യർ 3:1-2 From Colossians chapter number 1, 3 verse, chapter number 3 from verse 1, we see if you are hidden in Christ. You are baptized in Christ. You are hidden in Christ. നാം മറക്കപ്പെട്ടിരിക്കുന്നു. We have been closed into Christ. അത് ക്രിസ്തുവിൽ. In Christ. Hello. Amen. Praise the Lord. Amen. ലോകം നമ്മെ നോക്കുമ്പോൾ When the world looks at you, ആരാണ്? who will they see? ക്രിസ്തു അവനിൽ. Christ in ഹല്ലേലൂയ. him. Praise the Lord. Amen. ക്രിസ്തുവിൽ നാം. In Christ. We. ആമേൻ. Yes. എത്ര പേർക്ക് പറയാൻ പറ്റും? How many of us can say that? ഓ ഹല്ലേലൂയ. Hallelujah. ആമേൻ. Yes. അങ്ങനെയെങ്കിൽ If so, ഒരുവൻ ക്രിസ്തുവിൽ മറയുമ്പോൾ you are hidden in Christ. ഹല്ലേലൂയ. Amen. അവൻ പുതിയ സൃഷ്ടിയാണ്. He is a new creation. ഇവിടെ വേദപുസ്തക വചനത്തിൽ വായിക്കുമ്പോൾ What does God says? ഈ ക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ട നിങ്ങൾ Those who are separated for Christ ലോകത്തിന് അനുരൂപരാകരുത്. cannot be then conformed to the world. Yes. ഇന്ന് ലോകവും സഭയും കൈകോർത്തു പോകുകയാണ്. Today, the world and the church are going hand in hand. ആമേൻ. Yes. Praise the Lord. Amen.
ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സഭയെ തിരുത്തിയെടുക്കേണ്ട തിരുത്തലുകൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ ജനം തയ്യാറാണ്. Many people are not able to accept the corrections that needs to be taken within the church. ഹല്ലേലൂയ. വേദപുസ്തക വചനം വായിക്കുമ്പോൾ The word of God we read. ലോകത്തിനൊരു അധിപതിയുണ്ട്. There is a power over the world. എഫെസ്യർ 12:2 Ephesians chapter number 6. അവനെ കുറിച്ച് പറയുന്നത് അന്ധകാരത്തിന്റെ ലോകാധിപതി. This is the power of the darkness. ഹലോ. Amen. ആമേൻ. Yes. പ്രൈസ് ദി ലോർഡ്. എഫെസ്യർ 5:8-9-10 വായിച്ചാൽ In Ephesians chapter number 5 verse number 8, 9 and 10. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, Before you were in darkness, ഇപ്പോൾ ക്രിസ്തുവിൽ but വെളിച്ചം. now you are light in Christ. പ്രൈസ് ദി ലോർഡ്. Amen. അപ്പോൾ ലോകത്തിലായിരുന്നപ്പോൾ When you were in the world, ഇരുളായിരുന്നു. you were in darkness. അതിന്റെ 10-ാം വാക്യത്തിൽ Verse number 10. വെളിച്ചത്തിന്റെ ഫലം. And the fruit of the Spirit. ഹല്ലേലൂയ. Amen. ഇരുട്ടിന്റെ ഫലം നിഷ്ഫലമാണ്. Amen. The works of the darkness Praise is the Lord. vain. Hallelujah. Unprofitable. ആമേൻ. വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നത് Amen. But the fruit നീതി, of the Spirit, സമാധാനം, സത്യം. goodness, righteousness, and truth. ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞു വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. That say that you should walk in the light. പ്രൈസ് ദി ലോർഡ്. Say that. അപ്പോൾ Amen. ഇരുട്ടിലിരുന്നവർ Those who were in the darkness വെളിച്ചത്തിലേക്ക് വരുന്നു. came to the light. പിശാച് ഇരുള്. Devil is in the darkness. വായിച്ചില്ല അന്ധകാരത്തിന്റെ ലോകാധിപതി. We see that he is the power of the darkness. ആമേൻ. അവരാണ് അവരുടെ നായകൻ. I mean, the darkness is their ruler. യേശു ലോകത്തിന്റെ വെളിച്ചം. But Jesus is the light of the world. അവന്റെ മുഖശോഭ 7 പകലിന്റെ ശോഭ. And his radiance is as Praise the Lord. sun. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. Hallelujah. ഇരുളിലായിരുന്നപ്പോൾ When you were in the darkness, നന്മയെന്തും തിന്മയെന്തും നല്ലതെന്തും തിരിയതെന്നും നമുക്കറിയാം. you did not know the difference between what is good and evil. എന്നാൽ വെളിച്ചം സകലത്തെയും തെളിവാക്കും. But when the light came, everything was revealed. നമ്മുടെ ജീവിതത്തിലുള്ള മഹത്വം വെളിപ്പെടുത്തും. When the glory that was in you began to be revealed. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ വെളിച്ചത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. Because we are brought into the light. വെളിച്ചത്തിന് അനുരൂപരാകണമെങ്കിൽ വെളിച്ചത്തിന്റെ പ്രവർത്തികൾ വേണം. We have to be conformed to the light. Praise the Lord. We have to do the work of the light. ഹല്ലേലൂയ. Amen. ആമേൻ. Yes. Thank you, Lord. ചുരുക്കി പറഞ്ഞാൽ In short, നമ്മെ സഭയാകുന്ന ഒരു പണിപ്പുരയ്ക്ക് അടുത്ത് കൊണ്ടുവയ്ക്കുന്നു. we have been placed in a building where God wants to build us in a church. ഹല്ലേലൂയ. ആമേൻ. ഈ സഭയിൽ നിന്ന് എങ്ങനെയുള്ളതായി നമ്മെ പണിത് പുറത്തിറക്കും? How should we be when we come to the church, and what kind of shape or form we should be in? Praise the Lord. Amen. റബ്ബർ പാല് ഒരു റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് കൊടുത്താൽ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന പ്രൊഡക്ഷൻ എന്തായിരിക്കും? റബ്ബർ ബാൻഡ്. If you give the milk of the rubber tree to a factory that makes elastics, the product will be elastics. MRF ടയർ ഉണ്ടാക്കുന്ന കമ്പനിക്ക് റബ്ബർ പാല് കൊടുത്താൽ അവിടുത്തെ പ്രൊഡക്ഷൻ എന്തായിരിക്കും? If that same product, raw material, is given to a tire company, what would you expect? അന്നല്ലോ. Will be a tire. Praise the Lord. Amen. എന്നതുപോലെ Likewise, വിശ്വാസികൾ raw മെറ്റീരിയലാണ്. I mean, we are the raw material. ദൈവം തനക്ക് വേണ്ടി I തിരഞ്ഞെടുത്തു. mean, God has chosen us for Him ഒരു സഭയാകുന്ന കമ്പനിക്കകത്ത് തരുമ്പോൾ and placed in a company called ഇവിടെ church. പ്രൊഡക്റ്റ് ചെയ്ത് വിടുന്ന പ്രൊഡക്ഷൻ Here is where the production takes place. ഏതായിരിക്കും? What is the produce that we must yield? ക്രിസ്തുവിനെ അനുരൂപരെ ഉരുവാക്കി വിടണം. Amen. To be confirmed in the image of Christ. Praise the Lord. Hallelujah. Praise the Lord. Amen. Praise the Lord. Thank you, Lord. ഇന്നത്തെ ലോകം അതല്ല. Today the world is not so. ഒരുപാട് സഭകളുണ്ട്. There are many churches, ക്രിസ്തുവിന് ഒരു സഭയേ ഉള്ളൂ. but God has only one church. Amen. ഒരുപാട് കമ്പനികളുണ്ട്. There are many companies.
പക്ഷേ ഈ റാ മെറ്റീരിയലിനെ ചിലത് റബ്ബർ ബാൻഡാക്കി ഉരുവാക്കിയിട്ടുകൊണ്ടിരിക്കും. I mean, some of them might be just created as mere rubber bands. I mean, ചിലത് സൈക്കിൾ ടയറായി ഉരുവാക്കി. Others might be just formed in the shape of a cycle tire. പക്ഷെ നിങ്ങളെയും നിങ്ങളുടെ സന്തതിയെയും കൊടുക്കുന്ന കമ്പനി അതൊന്ന് ഓർത്ത് വേണം അങ്ങോട്ട് കൊടുക്കാൻ. But this morning, evening, you should understand to which company, which church are you being given to? How many of you really understood that? ഇന്നത്തെ മാതാപിതാക്കൾ അമേരിക്കയിലെ മക്കളെ കുറിച്ച് എന്താ പറയുന്നത്? You know what the parents in America say about their children now? അവർ ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. Actually, they don't just listen to what we say. Praise the Lord. അവരിഷ്ടപ്പെടുന്നതിലേക്ക് നാം വിട്ടുകൊടുക്കും. We just want to let them go wherever they want. പക്ഷെ അവിടുത്തെ പ്രൊഡക്റ്റ് ഏതാണ്? But what is the product that comes out of those places? Praise the Lord. കറയില്ലാത്ത കളങ്കമില്ലാത്ത തിരുസഭയായി തിരുമുൻപിൽ നിർത്തത്തക്ക ആമേൻ വ്യക്തികളെയാണോ ആ സഭ ഉരുവാക്കി വിടുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. Is that church molding a person who is spotless without wrinkle that can stand before the bridegroom? Amen. 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 ക്രിസ്തു നിമിത്തം സകലതും ചെയ്യണമെന്ന് എണ്ണിക്കൊണ്ട് ത്യാഗത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രിസ്തുവിനായി ജയിച്ചവരുടെ പൗലോസ് അപ്പോസ്തലൻ. Paul the apostle who would set everything, suffered everything for to win Christ. വേദപുസ്തക വചനം പറയുന്നു, What of God says? യോഹന്നാൻ 17:14 In the book of John chapter 17 verse 14. അവർ ലോകക്കാർ, Verse 17. നീ എനിക്ക് തന്നവർ ലോകക്കാരല്ല. They are of the world, but those who gave me are not of the world. ഈ വാക്കൊന്ന് ഏറ്റു പറയണം. അവർ ലോകക്കാർ. They are of the world. നീ എനിക്ക് തന്നവർ The ലോകക്കാരല്ല. ones you gave me are not of the world. മനസ്സിലാകുന്നോ? You understand that? ഇവർ എനിക്ക് തന്ന ഇവർ ലോകക്കാരായിരുന്നു, പക്ഷെ ഇപ്പോൾ അവർ ലോകക്കാരല്ല. They were from the world, but not right now. Amen. 17. യാക്കോബിന്റെ ലേഖനം 4:4 പറയുന്നു, James 4 verse number 4. ലോക സ്നേഹികൾ. Those who love the world. Praise the Lord. നാം ദൈവ സ്നേഹികൾ. But we are the lovers of God. യോഹന്നാൻ 17:17 പറയുന്നു, John 17:17 says, അവർ ലൗകികർ. they are worldly. നീ എനിക്ക് തന്നിട്ടുള്ളവർ ലൗകികരല്ല. Those you gave me are not worldly people. Praise the Lord. Amen. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. I don't have time to explain that. ലൗകികരെങ്കിൽ ലോകം അവരെ അംഗീകരിക്കും. I mean, if they were worldly people, the world would have accepted them. ഇവർ ലൗകികരല്ലാത്തത് കൊണ്ട് ലോകം അവരെ അംഗീകരിക്കുന്നില്ല. Because they're not of the world, the world hates them. നിങ്ങൾക്ക് ലോകത്തിന്റെ അംഗീകാരം വേണമോ യേശുവിന്റെ അംഗീകാരം? Do you want to be accepted of the world, or do you want to be accepted of Christ? ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയാണ് എപ്പോൾ കൊള്ളുന്നതെങ്കിൽ നിങ്ങളുടെ അന്ത്യം എന്താകും? I mean, if you are trying to pursue to please the world, what is the end? കളയില്ലാത്ത കളങ്കമില്ലാത്ത തിരുസഭയായി ക്രിസ്തുവിന്റെ മുൻപിൽ അവരെ നിർത്താൻ കഴിയുമോ? Can you stand before God with the church as a church who has no spot, no wrinkle? ഹല്ലേലൂയ. Amen. 1 യോഹന്നാൻ 2:16-17 പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും. 1 John chapter 2 verse number 16. Those who love the world, those who love the Lord will endure forever. നശ്വരമായതിൽ അവർ ആശ്രയിക്കുന്നു. Amen. Those who go after the corruptible. രക്ഷിക്കപ്പെട്ട ദൈവവീതൽ അനശ്വരമായത്. Those who are saved go after the incorruptible. ഹല്ലേലൂയ. Hallelujah. ഇന്ന് വിശ്വാസികൾക്ക് പോലും ലോകം അതിന്റെ സമ്പത്തും അതിന്റെ അനുഗ്രഹവും അതിനുവേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. Even the believers are trying to pursue wealth, the world and the riches of this world. പിശാച് പറഞ്ഞു, സർവ്വ രാജ്യങ്ങളെയും മഹത്വത്തെയും ക്ഷണനേരത്തിൽ കാണിച്ചു കൊടുത്തിട്ട് ക്രിസ്തുവിനോട് പറഞ്ഞു, ഒന്ന് നമസ്കരിച്ചാൽ മതി, എല്ലാം നിനക്ക് കൈമാറും. The devil took Jesus to the mountain and showed all the riches of the world and said, you just bow down, I will give you all this. ഇന്ന് നമസ്കരിക്കേണ്ട ചുമന്നു നടക്കണമെങ്കിൽ ചുമന്നു നടക്കേണ്ടി വന്നാൽ നാം ചെയ്യും. ഇങ്ങോട്ട് കിട്ടിയാൽ മതി. Nowadays, you don't even, they not just bow down before it, they will might be carry that. പൗലോസ് കുപ്പയെന്നതിനെ പലതിനെയും നാം തലയിൽ ചുമക്കുന്നു. ഇന്ന് വിശ്വാസ ജീവിതം ചെയ്യുന്നവർ whatever Paul considered as a dung, we carry on our head.
ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് പഴഞ്ചൻ ഉപദേശമെന്ന് തോന്നും. വചനം മാറ്റമില്ലാത്തത്. ക്രിസ്തു നിമിത്തം ഇപ്പോഴും ഞാൻ അവനെ ചലനം കണ്ടെത്തുന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിക്കണം. ലോകത്തിലെ നന്മകൾക്ക് വേണ്ടി ജീവിതത്തിന്റെ ആത്മീയത്തെ കുഴിച്ചു മൂടുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. യോഹന്നാൻ 12:42 അവർ ദൈവ മാനത്തെക്കാൾ മനുഷ്യമാനത്തെ അംഗീകരിച്ചു. ഇന്നൊത്തിരി പേർ many people today അവരെങ്ങനായിരിക്കുന്നു അതുപോലെ നമുക്കാകാം. they want to be like somebody else. സ്തോത്രം. അചിന്ത മാറണം. You should withdraw yourself from that thought. തെറ്റിപ്പോയവൻ തെറ്റ് പഠിപ്പിക്കും. I mean, those who are gone astray will teach. വീണ് പോയവൻ, those who are fallen, വീഴ്ച ബലഹീനത എന്ന് പറയും. will say it is a weakness. Praise the Lord. Hallelujah. അവർക്കത് സാരമില്ലെന്ന് അവൻ പഠിപ്പിക്കും. They will say it is just fine. പക്ഷെ നീ അവനെ നോക്കിയാൽ നീ നരകത്തിൽ. And if you look at those people, you will go to hell. പക്ഷെ ഒരിക്കലും മാറ്റമില്ലാത്ത വചന വ്യവസ്ഥ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിച്ചാൽ This morning, this evening, we will see the word of God. Hallelujah. Amen. അതെ, ലോക മനുഷ്യൻ പറയും ലോക ആമേൻ ലാഭം അതെനിക്ക് ഭാഗ്യമെന്ന് പറയും. Amen. The worldly people will say every profit of the world is my gain. ദൈവ പൈതൽ പറയും, But a child of God will say, ലോക ലാഭം ഛേദമാണ്. Amen. Whatever gain I have this world is a loss. Hallelujah. Amen. ഏത് നുണയും ഏത് കാപട്യങ്ങളും കാണിച്ച് ഇഹലോകത്തിലെ ചില ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ ദൈവമക്കളെ നിങ്ങൾ തയ്യാറാകരുത്. You should not sacrifice your life, give up your life to make some profit in this world. Hallelujah. Amen. ലോകത്തിനൊത്ത വേഷം ധരിച്ചു പോകുമ്പോൾ when the world will dress according to the fashion of the world, ക്രിസ്തു ഭക്തർ ഭക്തിക്കൊത്ത വേഷം. Amen. The godly people will dress according to the godliness. Hallelujah. Hallelujah. തീത്തോസ് 2:13-14 2 തീമോഥെയോസ് 3:5-12 വചനങ്ങളിൽ അത് കാണുവാൻ You can read that in book of Titus chapter 2 verse 13 and 14. അന്ത്യകാലത്ത് ജനസ്വഭാവം എങ്ങനെയോ അതുപോലെ ഇന്ന് സഭകൾക്കകത്താകുകയാണ്. Amen. Just like what you see in the world, you see the same kind of people in the church. ലോക സ്നേഹം ദൈവത്തോട് ശത്രുതയാണ്. Adulterers and adulterers, the friendship of this world is enmity to God. പ്രസംഗിക്കാൻ പോലും പലർ അയോഗ്യരായി പോവുകയാണ്. Many people are even disqualified to Amen. preach this word. Hallelujah. വിശുദ്ധിയോടെ തിരുമുൻപിൽ നിൽക്കാൻ ദൈവം നമ്മെ പരിശുദ്ധപ്പെടുത്തട്ടെ. Stand in the holiness Thank of you, His Jesus. Son called you. ദൈവകൃപ ആഗ്രഹിക്കുന്നവർ, Amen. Those who desire God, ഉണർവ് ആഗ്രഹിക്കുന്നവർ, those who desire revival, അഭിഷേകം ആഗ്രഹിക്കുന്നവർ anointing, ദൈവകൃപയിലേക്ക് മടങ്ങി വരിക. come to the grace വ്യവസ്ഥകളിലേക്ക് of God. മടങ്ങി വരിക. Come back to the word of God. Praise the Lord. Hallelujah. ഇരുളിന്റെ സ്വഭാവം നമ്മിൽ നിന്ന് മാറിപ്പോകും. Let the works of the darkness be cast away from us. 2 തീമോഥെയോസ് 4:3-4 വചനങ്ങളിൽ കെട്ടുകഥകളിലേക്ക് മനുഷ്യർ തിരിയുമെന്ന്. 2 Timothy we read, they will move to old favorite stories. ഇന്ന് വചനത്തിലേക്ക് തിരിയത്തില്ല, കർണപുടങ്ങൾക്ക് രസകരമായ കെട്ടുകഥകളിലേക്ക് മനുഷ്യർ തിരിയും. Many people turn away from God to listen to just fables. Amen. Amen. ഹലോ, Yes. ആർത്തിയോട് അശുദ്ധിയെ പ്രവർത്തിക്കാൻ മനുഷ്യൻ തയ്യാറാണ്. Many people are willing to even live an unclean life. ഞാൻ ഈ പറഞ്ഞ വചനങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു. You should go back home and read the scriptures. ജീവിതവുമായി താരതമ്യപ്പെടുത്തും. Compare your life with the word of നാം God. എവിടെ നിൽക്കുന്നു എന്ന് അപ്പോൾ മനസ്സിലാക്കും. And you will understand where you stand. Glory to Jesus. Hallelujah. Hallelujah. Thank you, Lord. Hallelujah. Thank you, Lord. Hallelujah. Thank you, Master. ആത്മീയത നഷ്ടപ്പെടുന്നു. Amen. Those who are lost, the spirit. മനുഷ്യന് ദൈവകൃപ നഷ്ടപ്പെടുന്നു. Grace of God has been lost. പത്യോപദേശത്തിന് പകരം, Amen. Instead of the word of God, ആമേൻ, ഇൻപമായ കെട്ടുകഥ.
I mean, they listen to words that will give them a good hearing. യേശു പറഞ്ഞു Jesus said, ഗിരിപ്രഭാഷണത്തിൽ മത്തായി സുവിശേഷം 7:13-14 വാക്യങ്ങളിൽ in the book of the Sermon on the Mount, ഇടുക്കുവാതിലൂടെ പ്രവേശിക്കും. he said, you should enter to the straight gate. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത്, വഴി വിശാലം. The way that leads to destruction is broad. അതിൽ കൂടെ കടക്കുന്നവർ അനേകം. And there are many that go through them. Praise the Lord. Amen. ഇന്ന് മനുഷ്യന് ഏത് വേണം? What does man need today? പെന്തക്കോസ്തുകാർക്ക് ഏത് വേണം? What does the Pentecostals need today? ഇടുക്കുവാതിൽ വേണ്ട. You don't want a straight gate. ഞെരുക്കമുള്ള വഴി വേണ്ട. You don't want a narrow gate. ഒത്തിരി പേര് പോണ വഴി വേണം. You want to go in that broad way. ഇന്ന് മോഡേൺ പെന്തക്കോസ്തുകാരൻ എന്തോ നോക്കുന്നറിയോ? You know what the modern Pentecostals look? അവരെ നോക്ക്. Look at them. ഇവരെ നോക്ക്. Look at them. ആ ടെലിവിഷനിൽ വരുന്ന ആളെ നോക്ക്. Look at the people in the TV. എന്ന് ദൈവപ്രവൃത്തി നടക്കുന്നില്ലയോ? Isn't that the work of the Lord? അതുപോലെ If you are like that, what happens? ഒറ്റ ഒരു യേശുവിനെ നോക്കുന്നില്ല. Nobody looks at Christ. വിശ്വാസത്തിന്റെ നായകൻ, Amen. പൂർത്തി വരുത്തുന്ന Author and finisher of the way. യേശുവിനെ നോക്കിയാൽ Looking at Jesus, who is the author and finisher of our faith. പീറ്ററിൽ കുറവുണ്ട്. Amen. There is shortcoming in Peter. ഹല്ലേലൂയ. Amen. പാസ്റ്റർമാരിൽ കുറവുണ്ട്. In the pastors you look, they have shortcomings. കൃപയാൽ അവർ ശുശ്രൂഷ ചെയ്യുന്നു. And by grace they are still in the word of the ministry of the word. But look at Christ. Amen. Amen. അത്ഭുതങ്ങൾ ചെയ്യുന്നവരെ നോക്കാതെ. Don't look at people who work miracles. ചിലപ്പോൾ Sometimes ചില അത്ഭുതങ്ങൾ ചെയ്യുന്നവർ, the people who perform miracles, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന വാക്കാണ് കേൾക്കുന്നതെങ്കിൽ they might have to hear those who work wickedness, I do not know you, depart from me. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, In your name we cast out demons. രോഗികളെ We സൗഖ്യമാക്കി, heal the sick. അത്ഭുതങ്ങൾ ചെയ്തു, And miracles were done. മരിച്ചവരെ ഉയർപ്പിച്ചു. Dead were raised. എന്തൊക്കെ അവർ തിരിച്ച് പ്രസംഗിച്ചപ്പോൾ When they began to preach Christ, കർത്താവ് പറഞ്ഞു, Jesus said, അക്രമം പ്രവർത്തിക്കുന്നവരെ I mean, those who are doing wickedness, I mean, depart from me. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ I have never known you. എന്ന വാക്കാണ് കേൾക്കുന്നെങ്കിൽ, If that's what you hear, അവരെ നോക്കി അനുഗമിക്കുന്ന നിന്റെ ഗതിയും അതല്ല. I mean, think about you who look to people like that and follow them. Yes. Praise the Lord. Praise the Lord. Amen. കേരളക്കാർക്ക് ഒരു ബൈബിളും അമേരിക്കക്കാർക്ക് വേറെ ബൈബിളും ഇല്ല. There's not a different Bible for people in Kerala and one for the Americans. കേരളക്കാർക്കും അമേരിക്കക്കാർക്കും വചനം ഒന്നു തന്നെ. The word of God is the same for everyone. Amen. ഞാൻ ചിന്തിച്ചു, ലോകത്തിലുള്ള ഈ മൂക്ക് നീണ്ടവര്, കറുപ്പര്, വെളുപ്പര്, പല സൈസുള്ള അവരെല്ലാം കൂടെ ചേർന്നാണ് ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറഞ്ഞ് എനിക്കൊന്ന് മനസ്സിലായി. I still don't understand how all these people of different forms, shapes and kinds can become the bride, bride of God, of Jesus Christ. Praise the Lord. Amen. പിന്നത്തേതിലാണ് എഫെസ്യർ 2:10 വാക്യം പഠിച്ചപ്പോൾ, And then reading the book of Ephesians chapter 2. അമേരിക്കക്കാരനെ, ആഫ്രിക്കക്കാരനെ, ഇന്ത്യക്കാരനെ, ജപ്പാൻകാരനെ ഒക്കെ വാർത്തെടുക്കുന്ന ഒരേ അച്ചില. Amen. I understood that we are all workmanship of Jesus Christ and we are being molded in the same mold. എല്ലാവർക്കും കിട്ടുന്ന ഒരേ ആത്മീയ And we are all being fed with the same spiritual food. എല്ലാവർക്കും കിട്ടുന്ന ഒരേ ആത്മീയ I പാനീയമാണ്. mean, it's the same spiritual drink. ഈ പുറന്തോൽ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ After our outer body is gone, അകം മനുഷ്യൻ ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് അനുരൂപനായി മാറും. inner man will be formed in the image of Jesus Christ. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ആകയാൽ Therefore, ക്രിസ്തുവിന് അനുരൂപനായി മാറുക. be conformed to the image of Jesus Christ. വിശാല പാതയിൽ പോയാൽ I mean, if you go on that wider way, അതിന്റെ അന്ത്യം നാശം. I mean, the end of it is destruction. വചനത്തിന്റെ പ്രമാണമാകുന്ന മതിലുകൾക്കുള്ളിലൂടെ യാത്ര ചെയ്യുക. You should be within that walls of the word of God. ഹല്ലേലൂയ. Amen. അതിന്റെ വാതിൽ ക്രിസ്തുവാണ്. Amen. And the gate is Jesus Christ. കാൽവറിയിൽ യാഗമായ I ക്രിസ്തു. mean, Christ who was
nailed to the cross. Amen. വേദന സഹിച്ച ക്രിസ്തു Christ who suffered pain. അവൻ പറഞ്ഞു ഞാൻ തന്നെ വാതിൽ. He said, I am the door. അതിനകത്തൂടെ യാത്ര ചെയ്താൽ If you enter through the door, എത്തുന്ന പാത the way that you reach the path is to eternal അവൻ life. എത്തുന്ന സ്ഥലം നിത്യജീവൻ. The place that you reach is eternity. മത്തായി സുവിശേഷം 25:34 പറയുന്നു, In Matthew 25 verse 34 we read, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ those who are blessed of the Father ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കും. enter into the eternity for which God has created from the beginning of the എന്നാൽ world. 41 പറയുന്നു, But in verse number 41 of the same chapter, ശപിക്കപ്പെട്ടവരെ those who are cursed, എന്നെ വിട്ട് depart from me. പിശാചിനും Amen. അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. Amen. Depart, ye cursed, and enter into the eternal place which is prepared for the devil and his Praise angels. the Lord. Hallelujah. Thank you, നിങ്ങളുടെ Lord. യാത്ര എങ്ങോട്ടാണ്? Where are you journeying this evening? നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? Where do we journey today? രക്ഷിക്കപ്പെട്ടവരാണ്, Are you saved? സ്നാനപ്പെട്ടവരാണ്. Are you baptized? ഹല്ലേലൂയ. Amen. നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? Where are we going to? ഇന്ന് രാത്രി നമ്മൊന്ന് പക്വപ്പെടുത്തുവാൻ, In order that God will transform us, നമ്മെ ഒന്ന് ഉണരുവാൻ, so that we will be revived. നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക. Let us commit our lives. പരിശുദ്ധാത്മാവ് തുടർന്നുള്ള നാളിൽ തന്റെ മഹിമ ഇവിടെ In the വെളിപ്പെടുത്തും. next days, God is going to reveal His glory among us. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. For one moment, let us all rise up. യേശുവേ, Jesus, എല്ലാവരും കണ്ണുകളെ അടക്കി. every eye is closed. Praise the Lord. Amen. കർത്താവേ, Lord, എന്റെ യാത്ര എങ്ങോട്ടാണ്? where am I going to? Thank you, Lord Jesus. വേഗത്തിൽ എഴുന്നേൽക്കാം. Let us stand on our feet very quickly. ലോകത്തിന് അനുരൂപരാകാതെ, Not being conformed into this world, ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് അനുരൂപരായി being conformed to the image of Jesus Christ. യേശുവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം. Let us prepare ourselves for the coming of the Lord, നിത്യജീവനിലേക്ക് so പ്രവേശിക്കണം. that we can enter the eternal life. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. Let that be our goal. അതിന് ചില ത്യാഗം We അനുഭവിക്കേണ്ടി വരും. need to sacrifice. ലോകത്തെ വെറുക്കേണ്ടി വരും. We need to have to suffer. ലോകം നമുക്ക് The അനുകൂലമാകും. world will not be for you. മനുഷ്യൻ നമുക്ക് The അനുകൂലമായിരിക്കും. man will not be for you. എല്ലാം എതിർത്ത് വന്നാലും, When everybody else will be എല്ലാം against എതിർത്ത് you. വന്നാലും, And everything else is against എല്ലാം you. എതിർത്ത് And വന്നാലും, everything else is against യേശുവേ, you. For Jesus, എനിക്ക് ആ ജീവത്തിലേക്ക് oh Lord, I want പ്രവേശിക്കണം. to enter the eternal ഇപ്പോൾ ആ life. രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവേ, Lift up all those hands to heaven. എല്ലാവരും ഒരു വാക്ക് പ്രാർത്ഥിക്കാം. Pray to Jesus one word. യേശുവേ, Jesus, ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് that I will be transformed to your എന്നെ image. അനുരൂപനാക്കി മാറ്റണമേ. Transform me to your image. ഈ നാളുകളിൽ ഒരു അഭിഷേകം ഇവിടെ Oh വെളിപ്പെടും. Father, reveal your anointing. ഒരു വലിയ അഭിഷേകം ഇവിടെ വെളിപ്പെടും. Great anointing. വലിയ അഭിഷേകം വെളിപ്പെടും. Great anointing. അത് എന്നിൽ Oh, വ്യാപരിക്കണം. let it come in my life. എത്ര പേർ ആഗ്രഹിക്കുന്നു How many of you earnestly desire നമ്മുടെ ജീവിതത്തെ that my life കർത്താവിന്റെ കരത്തിൽ കൊടുക്കാം? will be given in the hands of എന്നെ God? പരിശുദ്ധമാക്കണം. Lord, make me holy. എല്ലാവരും മാത്രം ഒന്ന് പറയും, എന്നെ പരിശുദ്ധമാക്കണം. Everyone say, make me holy. ഞാൻ ലോകത്തിലോട്ടൊന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. I have gone into the world. ഞാൻ ദൈവഹിതം ഗ്രഹിക്കാതെ പോയി. If I have not been able to understand the will of God, വചനത്താൽ ഞാൻ ചെത്തി by വെളിപ്പാക്കപ്പെട്ടിട്ടില്ല. your word, oh Lord, mold me and make me new. ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, If you are not committed to be perfect in Christ, യേശുവേ, പല വചനങ്ങളിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുകളയുന്നു. Lord, I have heard a lot of words. ആത്മീക ലോകത്തിൽ ഞാൻ മെലിഞ്ഞു പോകുന്നു. I have become lean in the Christian life. ജീവിതപാതയിൽ കറകൾ സംഭവിക്കുന്നു. I have been wrinkled in many parts. In many കറയില്ലാത്ത places. സഭയായി തിരുമുൻപിൽ നിൽപ്പാൻ But I want to be spotless before you, O എന്നെ God. പരിശുദ്ധപ്പെടുത്തണമേ. Father, make me whole. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കാം. Holy. ഇന്ന് നമ്മെ ഒരുക്കേണ്ട ദിവസമാണ്. Today is the day of ഈ preparation പട്ടണത്തിലെ ഉണർവിന് വേണ്ടി for the revival in the city. ദൈവത്തിന്റെ അഭിഷേകം നമ്മിൽ That വെളിപ്പെടേണ്ടത് the anointing of God might be revealed in നമ്മെ your life. ഒരുക്കുവാനുള്ള ഒരു ദിവസമാണ്. God, you prepare me. അവൻ അതിനു വേണ്ടിയാണ് ദൈവം വചനത്തെ നൽകിയത്. നമ്മുടെ യാത്ര എങ്ങോട്ട്? Where are we going? നമ്മുടെ അവസ്ഥ എങ്ങനെ? What is the condition? ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാൻ, How to be perfect in Christ? നാം നമ്മെ തന്നെ പരിശുദ്ധമാക്കുവാൻ, To make yourself holy in Christ. അഭിഷേകം ചുമക്കുവാൻ യോഗ്യരായി തീരേണ്ടത്. You will be qualified to bear the anointing. യേശുവേ, Jesus, തിരുരക്തത്താൽ എന്നെ കഴുകണമെന്ന് പറയാം. wash
Oh Lord, ഒരു വലിയ ഉണർവിന്, make me qualified പട്ടണത്തിന്റെ ഉണർവിന് for this revival. ഞാൻ ഉപയോഗപ്പെടാൻ Use me, O God. യേശുവേ എന്നെ യോഗ്യനാക്കണം, Jesus, എന്നെ യോഗ്യനാക്കണം, Jesus, എന്നെ യോഗ്യനാക്കണം. Jesus. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ഹൃദയങ്ങളെ സമർപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് പ്രകാരമാണ്, According to what the Holy Spirit spoke to me, ദൈവജനം തങ്ങളെ ഒരുക്കിയാൽ if the people of God prepare themselves, ഒരു വലിയ അഭിഷേകം വെളിപ്പെടും. there will be a great anointing. അനേകർ ഉപയോഗപ്പെടും. Many people will be used. പട്ടണത്തിൽ ദൈവപ്രവൃത്തി There നടക്കും. will be a manifestation of the power of God in the city. ചില സഭകൾ ഒരു പുതിയ അനുഭവത്തിലേക്ക് Some പ്രവേശിക്കും. churches are going to walk into new experience. ഒരു ആത്മപ്രവാഹത്തിലേക്ക് There will be പ്രവേശിക്കും. a great anointing in the Holy Ghost. 1 നൂറ്റാണ്ടിൽ സഭകളിൽ നടന്ന ദൈവപ്രവൃത്തി സഭകളിൽ നടക്കും. As in the New Testament days, hallelujah, people are going to walk in the New Testament days. നമ്മുടെ ചിന്ത ലോകത്തിലോട്ട് പോകരുത്. That our thoughts will not be conformed to the world. നമ്മുടെ ചിന്ത ദൈവത്തിൽ നിൽക്കണം. Our thoughts might be in Him. നമ്മുടെ ചിന്ത വചനത്തിൽ Our നിൽക്കണം. thoughts should be on His word. നമ്മുടെ ചിന്ത സത്യത്തിൽ നിൽക്കണം. Our thoughts should be on the truth. ഹല്ലേലൂയ. യേശുവേ നിന്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം. Father, cleanse us, make us holy, sanctify us through your word. വചനത്താൽ ശുദ്ധീകരിക്കണം. Sanctify us through your word. വചനത്താൽ Through ശുദ്ധീകരിക്കണം. your word, Lord, sanctify us. അങ്ങനെ മഹിമ ഞങ്ങൾ We want അനുഭവിക്കണം. to see your glory. അങ്ങനെ അഭിഷേകം ഞങ്ങൾ We want to അനുഭവിക്കണം. see your anointing. അങ്ങനെ കൃപാവരങ്ങൾ ഞങ്ങൾ We need the പ്രാപിക്കണം. gift of the Holy Ghost. അങ്ങനെ വചനത്താൽ ശുദ്ധീകരിക്കണമേ. Lord, sanctify us. വചനത്താൽ ശുദ്ധീകരിക്കണമേ. Sanctify with your word. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ In our hearts, കർത്താവിന്റെ കരത്തിൽ കൊടുത്തുകൊണ്ട് give it to the Lord this evening പുതിയ ഒന്നിലേക്ക് കാൽപാദം ഓതുവാൻ and step into the new നമ്മെ way that God wants to lead you to. നമ്മെ യോഗ്യരാക്കാം. That you will be qualified. ദൈവം മോശയോട് പറഞ്ഞു, God told Moses, ഇന്ന് നാളെയും ജനം ഒരുങ്ങട്ടെ. today and tomorrow, let the people ദൈവത്തിന്റെ prepare പ്രവൃത്തി അവർ കാണും. themselves. They are going to see the work of the Lord. ഒരുക്കപ്പെടാതെ ആരും പ്രവർത്തിക്കാതെ If you are not prepared, you will not see the manifest glory of God. ഒരുക്കപ്പെടാതെ ദൈവമഹത്വം കാണുകയില്ല. Amen. You will not see God if you are not prepared ഇവിടെ ഒരു ദൈവമഹിമ വെളിപ്പെടണം. to see the glory of God. അതിനായി നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. Let us prepare ourselves. ചില കഠിനമായ രോഗികളുണ്ട്. There are some people who are നിങ്ങൾ sick, വിടുവിക്കണം. but you will be healed. കർത്താവ് അത് ചെയ്യും. God will do that. കർത്താവ് അത് ചെയ്യും. Jesus is going to do നമ്മെ that. ഒരുക്കാം. Let us prepare our hearts. വീടുകളിൽ പോയി നാം പിന്നെയും ഒരുങ്ങാം. Go back to your homes and prepare your hearts വചന വ്യവസ്ഥ പ്രകാരം നമ്മെ കൊണ്ടുവരാം. according to the word of God. സംഭവിച്ചു പോയ തെറ്റുകളെ ഉണരാം. Every mistake that you have made, അഭിഷേകം നമ്മിൽ വെളിപ്പെടാൻ നമ്മെ യോഗ്യരാക്കാം. let us be ready to receive the anointing. ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടാൻ യോഗ്യരാക്കാം. That the manifest glory of God will be revealed in us. പ്രതീക്ഷയോടെ നാളത്തെ ദിവസം വരും. Come back tomorrow with expectation. ദൈവം ചിലത് ചെയ്യും. God will do great things. Amen. Amen. ആദ്യമേ ഞാൻ പറഞ്ഞു, First of all, I said, ഇന്ന് നമ്മെ ഒരുക്കേണ്ടത്. today is the day of preparation. ആമേൻ. Yes, അത് ചെയ്യണം. do that. കർത്താവ് സഹായിക്കും. May the Lord bless. ക്രിസ്തുവിന് അനുരൂപരാകും. To be conformed to the image of ഹല്ലേലൂയ. Christ. ഇവിടെ കൊണ്ട് സമയം തീർന്നു, ഇവിടെ നിർത്തുകയാണ്. I want to quickly wind up here. നിങ്ങൾ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. Go home and pray. Continue in prayer. ചിന്തിക്കണം. Think about this. ഒരു പുതിയ പ്രതീക്ഷയോടെ വരണം. Come with a new expectation. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യും. God will do. The Holy Spirit is going സ്വർഗീയ പിതാവേ അത് ചെയ്യണം. Heavenly Father, do that. അങ്ങനെ മഹത്വം വെളിപ്പെടുത്തണം. Lord, reveal your glory. ഒരു വലിയ വിടുതൽ ഞങ്ങൾ We കാണും. need a great deliverance. അതിനായി ഞങ്ങളെ ഒരുക്കുന്നതിനാൽ Therefore, God prepares us യേശുവിന്റെ നാമത്തിൽ in the name